എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലി റെസിപ്പി നോക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ സൗണ്ട് കുറച്ച് പോയിട്ടാണുള്ളത്. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്കിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള കുഷ്ബു ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് തമിഴ്നാട്ടിലെ ഒരു ഫേമസ് റെസിപ്പിയാണ്. ഇത് കുഷ്ബു ഇഡ്ഡലി എന്നതിന് പേര് വരാനായിട്ട് കാരണം ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല വെളുത്തിട്ടും ഉള്ളൊരു ഇഡ്ഡലിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ വൈകുന്നേരം വരെ ഇത് സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ പച്ചരിയാണ്. 2 കപ്പ് എടുത്തിട്ടുണ്ട്. 240 ml കപ്പാണിത്. അപ്പോൾ ഇത് സോനാ മസൂരി പച്ചരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി റൈസും എടുക്കാവുന്നതാണ്. ഇതൊരു 3/4 കപ്പ് ഉഴുന്നുണ്ട്. ഇതൊരു 1/2 കപ്പ് ചൗവരിയാണ്. ചൗവരിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വേണ്ടത് ഒരു 5-6 ഉലുവയാണ്. ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ കുതിർക്കുന്നതിന് മുന്നേ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് കുതിർത്ത് വെച്ചാൽ നല്ലതാണ്. അതായത് കുതിർത്ത് കഴിഞ്ഞ് കഴുകിയാൽ അത് അരിയെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിന് മുന്നേ കഴുകുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കഴുകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അരി ഒരു പാത്രത്തിലേക്ക് ഇടുക, ഉഴുന്ന് കൂടി ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പം അരിയും ഉഴുന്നും ചൗവരിയും സെപ്പറേറ്റ് ആയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉലുവ അരിയിലിട്ട് കൊടുത്തു. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ ചൗവരി നമ്മൾ അരിയുടെ കൂടെ തന്നെ കുതിർക്കാനായിട്ട് ഇടുക. അപ്പോൾ ഇതൊരു 4 മുതൽ 5 മണിക്കൂർ വരെ നന്നായിട്ടൊന്ന് കുതിർത്ത് എടുക്കുക. അപ്പോൾ നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഉഴുന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ച് നല്ല ഫ്ലഫി ആവുന്നത് വരെ അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രൈൻഡർ ഉള്ളവർ നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്തിട്ട് അരയ്ക്കുക. അതായത് 4 ഗ്ലാസ് അരി ഇതിൻ്റെ ഡബിളാക്കി എടുക്കുക. അപ്പോൾ മിക്സി ഉള്ളവർ ഞാൻ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇഡ്ഡലിയിൽ കുറച്ച് തരി തരി പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തരി തരിയായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരി കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചരിയും ചൗവരിയും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കുമ്പോഴാണ് ഈ ഇഡ്ഡലി കൂടുതൽ സോഫ്റ്റ് ആകുന്നത്. അപ്പോൾ ഈ ചൗവരി ചേർക്കുന്നതുകൊണ്ടാണ് ഇത് വളരെ വൈറ്റ് കളറാണ് ഇഡ്ഡലിക്ക്. അതുപോലെ തന്നെ വളരെ സോഫ്റ്റുമാണ്. അപ്പോൾ പച്ചരി 2 പാർട്ടായിട്ടാണ് ഞാനിവിടെ അരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ പച്ചരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിൻ്റെ പാത്രത്തിലേക്ക് ഇതുകൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പച്ചരി അരച്ചത് കൂടി ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പച്ചരി കൂടി ഇതുപോലെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ പറയുന്ന അളവ് വെച്ചിട്ട് ഏകദേശം അല്ല, കറക്റ്റായിട്ടൊരു 30 ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുകൂടി നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 ബാച്ചും നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 1 ടീസ്പൂൺ ഉപ്പാണുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഉപ്പ് ഞാൻ തലേദിവസം തന്നെ ചേർത്താണ് വെക്കാനായിട്ട് പോകുന്നത്.
എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് രാവിലെ ചേർത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ആകുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങുമല്ലോ. അപ്പം ഉപ്പിട്ടിട്ട് നമ്മൾ ഒത്തിരി ഇളക്കുകയാണെങ്കിൽ അതിൻ്റെ എയർ ബബിൾസൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് ഇഡ്ഡലി നന്നായിട്ട് പൊന്തി വരില്ല. അപ്പം നമ്മൾ തലേദിവസം തന്നെ ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അത് കുറച്ചൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ ഇഡ്ഡലി നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ അതാണ് ഉപ്പ് ഞാനിപ്പോൾ ചേർത്തത്. അപ്പോൾ ഇനി ഇതൊരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ വലിയ പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, ചിലപ്പോൾ ഇത് ഓവർഫ്ലോ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് ഇളക്കരുത്, ഒരുപാടിട്ട് ഇളക്കിയാൽ അതിൻ്റെ ഫ്ലഫിനെസ് കുറഞ്ഞു പോകും. അപ്പോൾ ഉപ്പ് ചേർത്തത് കാരണം നമുക്ക് കുറച്ചൊന്ന് ഇളക്കി കൊടുത്താലും മതി. സാധാരണയായിട്ട് നമ്മൾ ഇഡ്ഡലി റൈസിലാണല്ലോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇഡ്ഡലി റൈസ് തന്നെ വേണമെന്നില്ല നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി തട്ട് നന്നായിട്ട് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ തവി വീതം മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേസമയം തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ ഇഡ്ഡലി നന്നായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾക്ക് ഈ ഇഡ്ഡലി മുഴുവൻ ഇപ്പം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാവ് മാറ്റി വെക്കാവുന്നതാണ് ഇളക്കുന്നതിന് മുന്നേ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടിലെ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇഡ്ഡലി. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 2 തട്ടിൽ ഇഡ്ഡലി മാവ് നിറച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറിൻ്റെയും ചട്നിയുടെയൊക്കെ കൂടെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഓഫാക്കിയതിന് ശേഷം ഇഡ്ഡലി തട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇഡ്ഡലി അതിൽ നിന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് കുറച്ച് പച്ചവെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ ഇഡ്ഡലി മാവ് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റായിട്ടുള്ള കുഷ്ബൂ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ സാമ്പാറിൻ്റെയും ചട്നിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ്. ഞാനിതിൻ്റെ കൂടെ സാമ്പാറും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെയുള്ളൊരു ചട്നിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കുഷ്ബൂ ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.